എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചിതറിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും, ചിതറിപ്പോയ എല്ലാവരെയും തിരികെ കൊണ്ടുവരാനായി പ്രത്യേകമായി പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐക്യവും വീണ്ടും പുനഃസ്ഥാപിക്കാൻ കർത്താവ് ശ്രമിക്കും. നിങ്ങളിൽ നിന്നകന്നുപോയ സകലത്തിനെയും ദൈവം തിരികെ കൊണ്ടുവരും. നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട സകലത്തിനെയും. നിങ്ങളും ഒരുപക്ഷെ ചിതറിക്കപ്പെട്ടവരായിരിക്കാം. എന്നെ എവിടെയോ കൊണ്ടുപോയി തള്ളി, കുടുംബത്തിൽ നിന്ന് പുറത്താക്കി, സ്ഥലം മാറ്റം നൽകി എവിടെയോ കൊണ്ടുപോയി തള്ളി. കുടുംബജീവിതത്തിൽ എന്നെ തള്ളിക്കളഞ്ഞു, സമൂഹത്തിൽ എന്നെ തള്ളിക്കളഞ്ഞു, ശുശ്രൂഷയിലും എന്നെ തള്ളിക്കളഞ്ഞു, ബന്ധങ്ങളിൽ എന്നെ തള്ളിക്കളഞ്ഞു. ഇന്ന് വിഷമിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തും. മനം കലങ്ങരുത്. സങ്കീർത്തനം 147 2-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, കർത്താവ് യെരൂശലേമിനെ പണിയുന്നു, ചിതറിപ്പോയ ഇസ്രായേല്യരെ അവൻ കൂട്ടിച്ചേർക്കുന്നു. പുറന്തള്ളപ്പെട്ട നിങ്ങളെ, ഉപേക്ഷിക്കപ്പെട്ട നിങ്ങളെ അവൻ കൂട്ടിച്ചേർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതും ചിതറിക്കപ്പെട്ടതുമായ സകലത്തിനെയും അവൻ തിരികെ കൊണ്ടുവരും. സന്തോഷത്തോടെ നിങ്ങൾക്ക് ഫലം ലഭിക്കത്തക്ക വിധം അവൻ കൂട്ടിച്ചേർക്കും. ധൈര്യമായിരിക്കുക. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു നോക്കൂ. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പ്രവാസികളെ മടക്കി വരുത്തി നിന്നോട് കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ചിതറിച്ചു കളഞ്ഞ സകല ജനങ്ങളുടെയും ഇടയിൽ നിന്ന് നിന്നെ വീണ്ടും കൂട്ടിച്ചേർക്കും. ചിതറിക്കപ്പെട്ട് പലയിടങ്ങളിലായി തള്ളപ്പെട്ട നിങ്ങളെ കർത്താവ് വീണ്ടും ഓർത്ത് കൂട്ടിച്ചേർക്കും. നിങ്ങളുടെ സംരക്ഷണം അവൻ ഉറപ്പുവരുത്തും. നിന്റെ ജനം ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർത്ത് അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. മനം കലങ്ങരുത്. യെശയ്യാവ് 11:12 വായിച്ചു നോക്കൂ. അവൻ ജാതികൾക്കായി ഒരു കൊടി ഉയർത്തുകയും ഇസ്രയേലിലെ പുറന്തള്ളപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുകയും യഹൂദയിലെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യും. ഈ മാസത്തിൽ, ഈ ദിനത്തിൽ, വരും ദിവസങ്ങളിൽ കർത്താവ് ഇത് ചെയ്യും. പുറന്തള്ളപ്പെട്ടവയെല്ലാം, അതായത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവ, ജീവിതത്തിൽ നിന്നും അകന്നു പോയവ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാം. ചിതറിക്കപ്പെട്ടവരായി, ശുശ്രൂഷയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ജോലിയിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഓടിപ്പോയ എല്ലാവരെയും കർത്താവ് 4 ദിക്കുകളിൽ നിന്നും നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും. അവിടുന്ന് എല്ലാം തിരികെ കൊണ്ടുവരും. ധൈര്യമായിരിക്കുക. യെരമ്യാവ് 29:14 വായിച്ചു നോക്കൂ. ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ഇങ്ങനെ ചിതറിക്കപ്പെട്ട എല്ലാവരെയും എല്ലാറ്റിനെയും പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരും. പുറത്താക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് തിരികെ കൊണ്ടുവരും. നിങ്ങളിൽ നിന്ന് ചിതറിക്കപ്പെട്ട എല്ലാറ്റിനെയും എല്ലാവരെയും അവിടുന്ന് കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ പ്രവാസത്തെ മാറ്റും. ഞാൻ നിങ്ങളെ ചിതറിച്ച സകല ജാതികളിൽ നിന്നും സകല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ പ്രവാസത്തിലേക്ക് അയച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ മടക്കി വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട. നഷ്ടപ്പെട്ട ജോലിയും അവിടുന്ന് തിരികെ നൽകും. ബിസിനസ് നൽകും. വിളി നൽകും. അവിടുന്ന് നിങ്ങളെ വീണ്ടും പണിയും. ദൈവം തന്നെ അത് നിശ്ചയിച്ച് ദൈവം തന്നെ നിങ്ങൾക്കായി അത് ചെയ്യും. യെഹെസ്കേൽ 11:17 വായിച്ചു നോക്കൂ. ഞാൻ നിങ്ങളെ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയ ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടി ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് നൽകും. ആ ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകും. വെറുമൊരു സ്ഥലം മാത്രമല്ല, നഷ്ടപ്പെട്ടത് മാത്രമല്ല, ആ ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് നോക്കൂ, ഇസ്രായേൽ ജനതയെ എല്ലാ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ശക്തമായ ഒരു രാഷ്ട്രമാക്കി അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അതുപോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ പേരിനെയും ശക്തമായി ഉയർത്തി അവിടുന്ന് വീണ്ടും പണിയും. ധൈര്യമായിരിക്കുക.
ഇത് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അത് മുറുകെ പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലായിടത്തും ഞാൻ മടങ്ങി വരും. ഞാൻ പ്രത്യക്ഷനാകും. ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ നിങ്ങളുടെ പ്രവാസത്തെ മാറ്റി ഞാൻ നിങ്ങളെ ചിതറിച്ച സകല ജാതികളിൽ നിന്നും സകല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ അയച്ച സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ മടക്കി വരുത്തും. എത്ര വലിയ ഭാഗ്യമാണിത്! അടുത്തതായി, കർത്താവ് എന്തിനാണ് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നത്? അവിടുന്ന് ഒരിടയനാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്കായി ജീവൻ നൽകുന്നു. കർത്താവ് നിങ്ങൾക്കായി, ചിതറിപ്പോയ നിങ്ങൾക്കായി ജീവൻ നൽകി നിങ്ങളെ തൻ്റെ മാറോട് ചേർക്കാൻ തന്നെ ബലിയായി സമർപ്പിച്ചിരിക്കുന്നു. യെഹെസ്കേൽ 34:13 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ പർവ്വതങ്ങളിലും തോടുകളുടെ അരികിലും ദേശത്തെ സകല വാസസ്ഥലങ്ങളിലും ഞാൻ അവരെ മേയിക്കും. ഞാൻ എൻ്റെ ഓരോ ആട്ടിൻകുട്ടിയെയും തിരികെ കൊണ്ടുവന്ന് അവരെ ഞാൻ തന്നെ മേയിക്കും. ഞാൻ തന്നെയാണ് അവരുടെ ഇടയൻ. ഞാൻ തന്നെയാണ് ഇടയൻ. അടുത്ത വചനം പറയുന്നു, യെശയ്യാവ് 56:8 ഇസ്രായേലി ചിതറിപ്പോയവരെ ചേർക്കുന്ന കർത്താവായ ദൈവം അവനിൽ ചേർക്കപ്പെട്ടവരെയല്ലാതെ ഇനിയും അവനിൽ ചേർക്കും എന്ന് പറയുന്നു. ഇനിയും മത്തായി 9:35 മുതൽ 37 വരെ വായിച്ചു നോക്കൂ. പിന്നീട് യേശു എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു, പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ജനങ്ങൾക്കുണ്ടായിരുന്ന സകല വ്യാധികളെയും സകല രോഗങ്ങളെയും നീക്കി അവരെ സൗഖ്യമാക്കി സുഖപ്പെടുത്തി. വേദപുസ്തകം പറയുന്നു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ജനങ്ങൾ ചിതറിക്കപ്പെട്ടവരായിരിക്കുന്നത് കണ്ട് അവൻ മനസ്സലിഞ്ഞു. ഓരോരുത്തരെയും അവൻ ചേർത്ത് പിടിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വിഷമിക്കണ്ട മോളെ, നിന്റെ ജീവിതം ഞാൻ തിരിച്ചുപിടിക്കും. ജീവിതം വീണ്ടും പണിയുമെന്ന് പറഞ്ഞ് സൗഖ്യം ആഗ്രഹിച്ചവരെയെല്ലാം അവൻ സൗഖ്യമാക്കി. വീട് പണിതു, കുടുംബം പണിതു, വിശുദ്ധീകരിച്ചു, പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. വീണ്ടും ദൈവത്തിൻ്റെ പൈതലായി, യേശുവിൻ്റെ പൈതലായി മാറ്റി. അതുപോലെ യേശു നിങ്ങൾക്കും ചെയ്യും. അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ. ലൂക്കോസ് 13:34 അവൻ പറയുന്നു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എത്രയോ വട്ടം നിന്റെ മക്കളെ ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതാണ് കർത്താവിൻ്റെ ഹൃദയം. തിരികെ എൻ്റെ അടുക്കൽ വരൂ, തിരികെ വരൂ എന്ന് പറയുന്നു. നിന്നെ ഞാൻ തിരികെ ചേർക്കുമെന്ന് പറയുന്നു. നിങ്ങളെ വിളിക്കുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് തിരികെ വരൂ. എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല. എത്ര ദൂരം നിങ്ങൾ കർത്താവിനെ വിട്ട് ഓടിയിട്ടുണ്ടെങ്കിലും സാരമില്ല. എത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല. യേശു നിങ്ങളോട് ക്ഷമിച്ച് തൻ്റെ മാറോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അവനില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. കർത്താവായ യേശുവാണ് വഴി. അതിനായിട്ടാണ് അവൻ തൻ്റെ രക്തം കുരിശിൽ ചിന്തിയത്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ പാപമോചനം കൂടാതെ സ്വർഗത്തിൽ പോകാനാവില്ല. അതുകൊണ്ടാണ് ആ കള്ളൻ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നത്, യേശുവേ, നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെയും ഓർക്കേണമേ എന്ന്. കർത്താവായ യേശു അവനായി സ്വർഗം തുറക്കുന്നു. ഇന്നും നിങ്ങൾക്കായി തുറക്കും. യേശുവിലൂടെ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അവൻ തന്നെയാണ് വഴി. കാരണം അദ്ദേഹം അതിനായി ത്യാഗം ചെയ്തിട്ടുണ്ട്, ബലി അർപ്പിച്ചിട്ടുണ്ട്. വേറെ ആരും അർപ്പിച്ചിട്ടില്ല. സ്വർഗത്തിൽ പോകാനോ പാപമോചനം ലഭിക്കാനോ മറ്റാരും തന്നെ ബലിയായി നൽകിയിട്ടില്ല. 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം ഉയിർത്തെഴുന്നേറ്റിട്ടുണ്ട്. ജീവനോടെ ഇരിക്കുന്നവനായി തന്നെ ഇരിക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് മുൻപിൽ ദർശനമായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു.
ഇറാൻ ദേശത്ത് ഇപ്പോൾ എത്രയോ പേർക്ക് കർത്താവായി യേശു വെളിപ്പെടുന്നു. എന്ത് പോരാട്ടം വന്നാലും, എന്ത് വധഭീഷണി വന്നാലും, എന്ത് കൊലപാതകം നടന്നാലും ശരി, അവർ കർത്താവിനെ മുറുകെ പിടിച്ച് സ്വർഗവാസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ ദേശത്തും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. ഭാരതദേശത്തും അദ്ദേഹം അങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. ലോകരാജ്യങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. തള്ളപ്പെട്ട ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം നിങ്ങളെയും തേടി വരുന്നു. ഞാനാണ് നല്ല ഇടയൻ, നിന്നെ ഞാൻ മേയ്ക്കും, എൻ്റെ കുഞ്ഞാടായി നിന്നെ ഞാൻ കാക്കും, എൻ്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തും. നീ എൻ്റേതാണെന്ന് അദ്ദേഹം പറയുന്നു. നീ എൻ്റേതാണെന്ന് അദ്ദേഹം പറയുന്നു. യേശുവിങ്കലേക്ക് ഓടി വരുവിൻ. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരാളുടെ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസം. എൻ്റെ വൈഫ് ഐറിൻ. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ വൈഫ് വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയിഡ് ആയിരുന്നു. വി വർ സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫർ എനിക്കുണ്ടായി. സോ ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുജറാത്തിൽ പോകാനിടയായി. അവിടെ വെച്ച് എൻ്റെ വൈഫിന് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായി. സോ അത് ഞങ്ങളുടെ ഫാമിലിയെ ചേഞ്ച് ചെയ്തു. പക്ഷേ ഞാനിതൊന്നും അത്ര സ്വീകരിച്ചിരുന്നില്ല. കാരണം ഞാൻ ക്രിസ്ത്യനാണ്. സോ ഇതൊക്കെ എന്തിനാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ എല്ലാ ഫ്രൈഡേയ്സും അവിടെ ഞാൻ പോകാനിടയായി. അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഇത് മിനിസ്റ്റർ ചെയ്യുന്ന സിസ്റ്ററിനോട് പറഞ്ഞ്, സിസ്റ്റർ എനിക്കും ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ് ജീസസ് കോൾസിൻ്റെ പവർ മിനിസ്ട്രി വരും, അതിന് അറ്റൻഡ് ചെയ്താൽ മിനിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ചെല്ലാം ഒത്തിരി പറഞ്ഞു തരും കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ഇവിടെ വരുന്നതിന് ഒന്ന് ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടാണ് അതിവിടെ വരാനിടയായത്. പക്ഷേ ഇവിടെ വന്ന് ആ 10 ദിവസത്തെ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ മാറി. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അനോയിൻറ്റഡ് ആയി. അങ്ങനെ ഞങ്ങളത് ഭയങ്കരമായിട്ട് ആ ദിവസങ്ങളെ എൻജോയ് ചെയ്തു കർത്താവിൻ്റെ സന്നിധിയിൽ. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും അന്ന് മുതൽ ഇവാഞ്ചലിസ്റ്റായിട്ട് ജീസസ് കോൾസിൽ ട്രിവാൻഡ്രം പ്രയർ ടവറിലെല്ലാം മിനിസ്ട്രിക്ക് പോകാൻ തുടങ്ങി. പിന്നെ എവിടെ പോയാലും യേശു വിളിക്കുന്നു, അതിൻ്റെ ആ മിനിസ്ട്രി ഞങ്ങളിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. ദാറ്റ് അനോയിൻറ്റിങ് സ്റ്റാർട്ടഡ് ഫ്ലോയിങ് ത്രൂ അസ്. അത് ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ തുടങ്ങി. എവിടെ പോയാലും യേശുവിനെ പറയുക, സുവിശേഷം അറിയിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഞങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. 2013 എനിക്ക് ഉത്തർപ്രദേശിലൊരു ട്രാൻസ്ഫർ ഉണ്ടായി. ഞാനും എൻ്റെ വൈഫും മാത്രമാണ് ഉത്തർപ്രദേശിൽ പോകാനിടയായത്. അവിടെ ചെന്നപ്പോൾ വൈഫ് ഒരു മീറ്റിങ്ങിൽ, ലേഡീസ് മീറ്റിങ്ങിൽ പോകാനായിട്ട് ചാൻസ് കിട്ടി. അപ്പോൾ ആ ലേഡീസ് മീറ്റിങ്ങിൽ വൈഫ് സംസാരിച്ചതിന് ശേഷം അവിടെ വന്ന നോർത്ത് ഇന്ത്യൻസിൽ ഒരു ലേഡിക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ടച്ച് കിട്ടി. ജീസസ് കോൾസിൽ നിന്ന് ബ്രദർ ദിനകരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അഭിഷേകം ഞങ്ങൾ അവരുടെ തലയിലോട്ട് പാസ് ഓൺ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ദൈവം നമ്മളെ യൂസ് ചെയ്തല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ പാസ്റ്റർ ഒരു ദിവസം അനൗൺസ് ചെയ്ത്, ഒരു വില്ലേജിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അവിടെ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈപൊക്കി. പക്ഷേ ഈ ഗ്രാമത്തിൽ പോയപ്പോൾ വെറും റൂറൽ, അവിടെ ഒന്നുമില്ല. അപ്പോൾ കുറേ ഗ്രാമീണർ വന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇത് കേൾക്കാനായിട്ട് വന്നു കൂടി. അറിയാവുന്ന ഹിന്ദിയിൽ 10 മിനിറ്റേ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് വൈഫിനടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭാഷയെല്ലാം കൂടെ കൺഫ്യൂസായി. മലയാളവും തമിഴും എല്ലാം കൂടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ദൈവം അത് മാനിച്ചു. അവിടെ നിന്ന സ്ത്രീകളിലൊരു 90%ഉം കുറേ പുരുഷന്മാർ അലറാൻ തുടങ്ങി. ഗ്രാമത്തിലെ മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഈ ഗ്രാമത്തിൻ്റെ മന്ത്രവാദി, ഇവരുടെ സ്പിരിച്വൽ ലീഡർ ഞാനാണ്, ഇനി ഞങ്ങൾക്ക് യേശു മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും അത്ഭുതമാണ്. ഞങ്ങളുടെ ഒരു കഴിവുമല്ല, കർത്താവിൻ്റെ കൃപ മാത്രമാണ്. യേശു എങ്ങനെ ഞങ്ങളെ സെലക്ട് ചെയ്തു, ഞങ്ങളിവിടെ വരാനിടയായി. ഇവിടെ നിന്ന് കിട്ടിയതിൻ്റെ വാല്യൂ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. ഒരുപാട് ഹീലിങ്സും ഡെലിവറൻസും നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇന്ന്, കാരണം ഇത്രയും ദൂരെ ഇരുന്നിട്ട് 3000 കിലോമീറ്റർ ദൂരെ ഇരുന്നിട്ടും പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു.
ജീസസ് കോൾസ് മിനിസ്ട്രിയാണ് ഞങ്ങൾക്ക് കുടുംബമായി മിനിസ്ട്രി ചെയ്യാനുള്ള മോഡൽ. ബ്രദറും സിസ്റ്ററും ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര എൻകറേജ്ഡായി. ഞങ്ങൾ അതിലൂടെ ഒത്തിരി എൻകറേജ്ഡായി. ആൻറ്റി കാരണം എനിക്ക് UP-യിൽ ഞങ്ങളുടെ ഉത്തർപ്രദേശിൽ 15ഓളം എസ്തർ പ്രെയർ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനായിട്ട് ഇടയാക്കി. അതെല്ലാം ആൻറ്റിയിലൂടെ കിട്ടിയ അനോയിൻറ്റിംഗ് ആണ്. മാത്രമല്ല ഇവരെല്ലാവരും ഞങ്ങളുടെ തലയിൽ കൈവച്ച അഭിഷേകം ഞങ്ങളിലൂടെ ഒഴുക്കിയിട്ടുണ്ട്. അതിപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോഴും പാടുന്നത് യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. ദൈവം ഞങ്ങളുടെ ഫാമിലിയും വലിയ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ചു. മകൾ ഡോക്ടറാണ്, ചെന്നൈയിൽ സെറ്റിൽഡ് ഹസ്ബൻഡും ഡോക്ടറാണ്. കുഞ്ഞു മകളുണ്ട്. മകൻ ഇലക്ട്രോണിക് എഞ്ചിനീയർ, അവനിതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പോൾ അവന് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഡെൻറ്റിസ്റ്റിനെയാണ്. വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവം എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചു. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ജീസസ് കോൾസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ ഫൗണ്ടറായ പോൾ ബ്രദറിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സിസ്റ്റർ ഇവാഞ്ചലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്റ്റെല്ല അതിരംഗൻ സിസ്റ്ററിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാം നമുക്ക് തലമുറകൾക്ക് വേണ്ടി ചെയ്ത ആ നന്മകളെ ഞങ്ങൾ എന്നും ഓർക്കും. അത് ഇതുപോലെ അനേകം ഫാമിലീസ് ഉണ്ടാവും. അവർക്കെല്ലാം അനുഗ്രഹമായിരിക്കുന്ന ഈ മിനിസ്ട്രിയെ ഞങ്ങൾ ഇനിയും ബ്ലസ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് ദം അബണ്ടൻ്റ്ലി. ജനറേഷൻസിലേക്ക്, തലമുറകളിലേക്ക് അനുഗ്രഹം ഇറങ്ങും, ഒരു സംശയമില്ല. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും കർത്താവ് ഇപ്രകാരം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ഹൃദയത്തെ യേശുവിനായി സമർപ്പിക്കുമോ? ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥിക്കൂ. കർത്താവിനോട് ചോദിക്കൂ, എനിക്കങ്ങ് ഇടയനായിരിക്കണമേ അപ്പാ. മേയ്ക്കാൻ ആരുമില്ല, എന്നെ നയിക്കാൻ ആരുമില്ല. ഞാൻ ആട്ടിയോടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ വീണ്ടും കൂട്ടിച്ചേർക്കണമേ. അങ്ങു തന്നെ സഹായിക്കണമെന്ന് പറയൂ. ഇപ്പോൾ അവിടുന്ന് മാറ്റും, രൂപാന്തരപ്പെടുത്തും, പുതിയ വഴി തുറക്കും. അപ്പാ, ഏകാന്തതയിൽ പിടയുന്ന ആ മകനെയും മകളെയും കടാക്ഷിക്കണമേ. ഈ സമയത്ത് അങ്ങയുടെ രക്തത്താൽ അവരെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഇടയനായി അവരുടെ മുറിവുകളെല്ലാം മാറ്റണമേ. മുറിവുകളെല്ലാം വെച്ച് കെട്ടണമേ, സൗഖ്യമാക്കണമേ അപ്പ. ഹൃദയത്തിലെ മുറിവ്, കുറവുകൾ മൂലമുള്ള മുറിവ്, തള്ളപ്പെട്ട മുറിവ്, നഷ്ടപ്പെട്ടവയാൽ ഉണ്ടാകുന്ന ദുഃഖം, സങ്കടം, ഭയം, പരിഭ്രാന്തി, ഈ മുറിവുകളെല്ലാം മാറ്റണമേ അപ്പ. സൗഖ്യമാക്കണമേ അപ്പ, സൗഖ്യമാക്കണമേ. ആ മകനും മകൾക്കും ഒരു പുതിയ വഴി, അങ്ങയുടെ വഴി തുറന്നു നൽകണമേ. അങ്ങ് മുൻപേ പോകണമേ. ഇവർ അങ്ങയുടെ പിന്നാലെ വരട്ടെ. നനവുള്ള തോട്ടത്തിലേക്ക് കൊണ്ടുപോകണമേ. വറ്റാത്ത നീരുറവയിലേക്ക് കൊണ്ടുപോകണമേ. വിളവനുഭവിക്കാൻ കൃപ നൽകണമേ. അവരുടെ തലയെ എണ്ണയാൽ അഭിഷേകം ചെയ്യണമേ. ശത്രുക്കളുടെ മുൻപിൽ ഒരു വിരുന്നൊരുക്കണമേ. നന്മയും കരുണയും അവരെ പിന്തുടരാൻ ഇടയാക്കണമേ. അവരെ ജീവിപ്പിക്കണമേ. ഈ കൃപ നൽകുന്നതിനായി നന്ദി. കോടാനുകോടി നന്ദി അപ്പ. കോടാനുകോടി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. രണ്ടാമതായി, കർത്താവ് നിങ്ങളെ മേയ്ക്കുമ്പോൾ ആട്ടിയോടിക്കപ്പെട്ടവയെല്ലാം നിങ്ങളെ തേടി എങ്ങനെ മടങ്ങിവരും? നിങ്ങളുടെ കുടുംബം എങ്ങനെ? നിങ്ങൾ ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ എങ്ങനെ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും? ആർക്കാണ് ആ ഭാഗ്യം? ആദ്യം നിങ്ങളുടെ വീട്ടുകാർക്കത് സംഭവിക്കും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ രക്ഷിക്കപ്പെടും. നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പസ്തോല പ്രവർത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ വീട്ടുകാരെ കർത്താവ് കൂട്ടിച്ചേർക്കും, അവിടുത്തെ മക്കളായി മാറ്റും. അപ്പ, ആരുടെയൊക്കെ വീട്ടുകാരാണോ അങ്ങയുടെ സ്നേഹം അറിയാതെ ഇരിക്കുന്നത്, പാപത്തിലും മോഹങ്ങളിലും കഴിയുന്നത്, കോപത്തിനും സങ്കടത്തിനും ശിക്ഷയ്ക്കും അർഹമായ അവസ്ഥയിലിരിക്കുന്നത്, ഈ സമയത്തും അവരെ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങയുടെ മകൻ മകൾ തന്നെ സമർപ്പിച്ചതിനാൽ അവർ നിമിത്തം ഈ കുടുംബത്തെ രക്ഷിക്കണമേ.
കാത്തു സൂക്ഷിക്കണമേ, വിടുവിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ മക്കളായി മാറ്റണമേ പിതാവേ, മാറ്റണമേ പിതാവേ, മാറ്റണമേ. അങ്ങയെ മുറുകെ പിടിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ അടുക്കൽ വന്ന് നിലത്ത് വീണു വണങ്ങി അങ്ങയെ മുറുകെ പിടിക്കുന്ന ഒരു ഹൃദയം നൽകണമേ. ഇന്ന് പശ്ചാത്തപിക്കാൻ കൃപ നൽകണമേ. പിന്നീട് ഞാൻ സമൃദ്ധിയോടെ ജീവിക്കാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്തതായി ആ ധൂർത്തപുത്രനെ നോക്കൂ. അവനെല്ലാം നഷ്ടപ്പെട്ടു. പാപം നിമിത്തം തൻ്റെ പിതാവ് നൽകിയ എല്ലാ സ്വത്തുകളും അവൻ നശിപ്പിച്ചു കളഞ്ഞു. വേശ്യകളോടൊപ്പവും അതുപോലെ തന്നെ ലൗകിക മോഹങ്ങളിലും മുഴുകി അവൻ തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുത്തി. പന്നികളുടെ അടുത്തിരിക്കേണ്ടി വന്ന അവൻ അത്രയും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയത്. പന്നികളെ മേയ്ക്കുന്ന ജോലി സ്വീകരിച്ചു. അവിടെ പോലും പന്നികൾ തിന്നുന്ന തവിട് പോലും കിട്ടാതെ അവൻ വളരെ കഷ്ടപ്പെട്ടു. പന്നികൾക്ക് കൊടുക്കൂ, നീ കഴിക്കരുത് എന്നവർ പറഞ്ഞു. വിശപ്പ്, നഗ്നത, കഷ്ടപ്പാട്, അപമാനം. അവൻ തകർന്നുപോയി. അവൻ പുറത്താക്കപ്പെട്ടു. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ തുറന്നത്. എൻ്റെ പിതാവിൻ്റെ വേലക്കാർ എത്ര സമൃദ്ധിയിലാണ് കഴിയുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എല്ലാം അവർക്കുണ്ട്. ഞാൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് എന്നോട് ക്ഷമിക്കാനും ഒരു വേലക്കാരനായി സ്വീകരിക്കാനും അപേക്ഷിക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ മടങ്ങി വന്നു. അവൻ ദൂരെയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അവനെ കണ്ടു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മകനെ എന്ന് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ചു. അവന് നല്ല വസ്ത്രങ്ങൾ നൽകി, അധികാരത്തിൻ്റെ മോതിരം അണിയിച്ചു. നിനക്ക് മകൻ എന്ന സ്ഥാനം തിരികെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അവന് ചെരിപ്പുകൾ നൽകി, അവനെ ബഹുമാനിച്ചു. ഒരു വലിയ വിരുന്നൊരുക്കി, അവ ആഘോഷിച്ചു. അതുപോലെ തന്നെ കർത്താവ് നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കും അനുഗ്രഹവും സംരക്ഷണവും നൽകും എന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കും ചെയ്യും. ആ പുത്രനെ പോലെ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരൂ. എല്ലാ അധികാരവും അവിടുന്ന് തിരികെ നൽകും. എല്ലാ സമൃദ്ധിയും അവിടുന്ന് തിരികെ നൽകും. നിനക്ക് നഷ്ടപ്പെട്ട സ്വത്ത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് നിന്നെ ഒരു വേലക്കാരനായി വെക്കില്ല. അവിടുന്ന് അവനെ മകനായി മാറ്റി. നിങ്ങളെയും അവിടുന്ന് അതുപോലെ മാറ്റും. ആ സ്ഥാനത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ താഴെ തള്ളില്ല. അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീടും ജോലിസ്ഥലവും മഹത്വപ്പെടത്തക്ക വിധം അവിടുന്ന് നിങ്ങളെ ഉയർത്തും. അവിടുന്ന് നിങ്ങൾക്ക് ഉയർച്ച നൽകും. നിങ്ങൾ മനസ്സ് തളരരുത്. അവസാനമായി അവിടുന്ന് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കും. നിങ്ങളുടെ കുടുംബജീവിതം അവിടുന്ന് കെട്ടിപ്പടുക്കും. യെശയ്യാവ് 62:4 പ്രകാരം നീ ഇനി ഉപേക്ഷിക്കപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടില്ല. നിന്റെ ദേശം ഇനി ശൂന്യമായ ദേശമെന്നും വിളിക്കപ്പെടില്ല. നീ ഹെഫ്സീബ എന്നും നിന്റെ ദേശം ബെയൂല എന്നും വിളിക്കപ്പെടും. കർത്താവ് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ ദേശം വാസയോഗ്യമാകും. നിന്റെ കുടുംബജീവിതം പടുത്തുയർത്തപ്പെടും. വിവാഹ ജീവിതം സാധ്യമാകും. കർത്താവ് അത് ചെയ്യും. സത്യമായിട്ടും അവിടുന്ന് അത് ചെയ്യും. മനം കലങ്ങരുത്. വേർപിരിഞ്ഞ കുടുംബം. വിവാഹമോചനം നേടി ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള നിങ്ങളുടെ ജീവിതം കർത്താവ് വീണ്ടും പടുത്തുയർത്തും. ഇന്ന് തന്നെ പടുത്തുയർത്തും. ബ്യൂള എന്നും ഹെപ്സിബ എന്നും വിളിക്കപ്പെട്ട് നിങ്ങൾ വീണ്ടും ജീവിക്കാനായി അവിടുന്ന് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തും. ഇത് തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതേ കർത്താവേ, ജീവിതം പടുത്തുയർത്തപ്പെടട്ടെ, പടുത്തുയർത്തപ്പെടട്ടെ, പടുത്തുയർത്തപ്പെടട്ടെ. ശാരീരിക അസുഖങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന പലരും ഈ പരിപാടി കാണുന്നുണ്ട്. നടരാജൻ, കർത്താവ് നിങ്ങളുടെ ശരീര അവയവങ്ങളെ സുഖപ്പെടുത്തുന്നു. നിങ്ങൾ വീണ്ടും ജോലിക്ക് പോകും. നന്ദി യേശുവേ. റിച്ചാർഡ്, കർത്താവ് നിങ്ങളുടെ ജീവിതവും പടുത്തുയർത്തുന്നു. ഡേവിഡ്, കർത്താവ് നിങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്നു. സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരുന്നു. അതേ കർത്താവേ, ബിസിനസ്സിലെല്ലാം നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരണമേ. ആ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവേ,
അങ്ങയുടെ ജീവൻ ഇറങ്ങി വരട്ടെ. അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യട്ടെ. അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ബിസിനസ് 1000 മടങ്ങ് വർദ്ധിക്കട്ടെ. പുതിയ ബിസിനസ്സുകൾ വരട്ടെ. പുതിയ ഇടങ്ങളിൽ വാതിലുകൾ തുറക്കട്ടെ. ആവശ്യമായ ഫണ്ടിംഗ് ലഭിക്കട്ടെ. പണം വരട്ടെ. അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താൻ അനുഗ്രഹിക്കണമേ. പേറ്റന്റ് ലഭിക്കാനും ഉൽപ്പാദനം തുടങ്ങാനും ആവശ്യമായ പണം നൽകണമേ യേശുവേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ആഗോളതലത്തിൽ അവരെ വളർത്തണമേ. ലോകമെമ്പാടും നിന്ന് ഓർഡറുകൾ വരട്ടെ. ഭാഗ്യമുണ്ടാകട്ടെ. നന്മ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹം അവരിൽ അർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഉറപ്പിക്കണമേ കർത്താവേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇന്നു മുതൽ തിരികെ നൽകും. ചിതറിപ്പോയവരെ അവിടുന്ന് ചേർത്ത് നിർത്തും. പുറത്താക്കപ്പെട്ടവർക്കെല്ലാം തിരികെ നൽകും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഉറപ്പിക്കും. നിങ്ങൾ അപമാനം അനുഭവിച്ച അതേ മണ്ണിൽ അവിടുന്ന് നിങ്ങൾക്ക് പുകഴ്ചയും കീർത്തിയും നൽകും. ധൈര്യമായിരിക്കൂ. യേശുവേ, ഈ അനുഗ്രഹം അവർക്ക് നൽകണമേ. അപമാനത്തിനു പകരം ഇരട്ടി മാനം അവർക്ക് ലഭിക്കട്ടെ. അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റാഞ്ചിയിലെ പ്രാർത്ഥനാ ഗോപുര കെട്ടിടത്തിൽ ധാരാളം അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. കാർപ്പറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടെലിഫോൺ പ്രയർ ടവറും ഒരു പുതിയ പ്രയർ ടവറും നിർമ്മിക്കുകയാണ്. കൂടാതെ പ്രയർ വാരിയേഴ്സ് താമസിക്കുന്ന സ്ഥലവും പുതുതായി നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് ഈ ടെലിഫോൺ പ്രയർ ടവർ വഴി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്റ്റേഷൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു പ്രയർ വാരിയറെ നിങ്ങൾക്ക് സഹായിക്കാം. അതുകൊണ്ട് അതിനായുള്ള നിങ്ങളുടെ സംഭാവനകൾ അയക്കാം. കൂടാതെ ആ ഹാളിൽ ഒരു AC സ്പോൺസർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംഭാവനകൾ നൽകാം. ഇതിനെക്കുറിച്ച് ജീസസ് കോൾസ് വെബ്സൈറ്റിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. കൂടാതെ അവിടെ ജോലി ചെയ്യാനും സേവനം ചെയ്യാനും മുഴുവൻ സമയ പ്രാർത്ഥനാ പോരാളികൾ, ശുശ്രൂഷകർ, പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഇവാഞ്ചലിസ്റ്റുകൾ, പ്രാർത്ഥനാ പോരാളികൾ എന്നിവരെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനായി യേശു വിളിക്കുന്നു വെബ്സൈറ്റിൽ ഒരു ഭാഗമുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നോക്കി careers@jesuschalls എന്നതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥിച്ച ശേഷം കർത്താവിൻ്റെ വഴിനടത്തൽ അനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ ചേർക്കും. കർത്താവ് നിങ്ങളെ 100 മടങ്ങായി അനുഗ്രഹിക്കുകയും ഈ മാസത്തിൽ വർധനവ് അനുഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. യേശുപ്പ, ഈ മാസത്തേക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഒരു കുറവുമില്ലാതെ അവർ ജീവിക്കാൻ ഇടയാക്കണമേ. പണം വരട്ടെ. വിഭവങ്ങൾ വരട്ടെ. ഓർഡറുകൾ വരട്ടെ. ബലം വരട്ടെ. അഭിഷേകം വരട്ടെ. ചെയ്യുന്നതെല്ലാം സഫലമാകട്ടെ. ഈ മാസം എല്ലാ സമൃദ്ധിയോടും കൂടി അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.